എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കട്ടകുറി വില്ലനും ലൂഫിയും അവർ രണ്ടുപേരും ഒരല്പ റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. കട്ടകുറിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ലൂഫിക്ക് അവനെ കഴിഞ്ഞും പവറും കഴിവും വളരെ കുറവാണെന്ന്. അങ്ങനെയുള്ള ലൂഫിക്ക് രക്ഷപ്പെടാൻ സമയവും സന്ദർഭവും കിട്ടിയിട്ടും അവൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? വീണ്ടും അവൻ എന്തിനായിരിക്കും ഇവിടേക്ക് തിരികെ വന്നിട്ടുണ്ടാവുക എന്ന് അവൻ ഒരു സെക്കൻഡ് ചിന്തിക്കും. അതിനുശേഷം അവൻ ലൂഫിയോട് തന്നെ ചോദിക്കും, എന്തുപറ്റി നീ തോൽവി അത് സമ്മതിക്കാനാണോ വീണ്ടും തിരിച്ചു വന്നേ? മാത്രമല്ല നിനക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ? എന്നോട് മാപ്പ് പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഞാനൊരിക്കലും നിന്നോട് മാപ്പ് പറയില്ല. ഞാൻ വന്നത് നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ്. പൈററ്റ് കിങ് ആണ് ഞാൻ. സോ ആരുടെ മുൻപിൽ ഞാൻ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ് ലൂഫി വീണ്ടും അവനെ ഇടിക്കാൻ ഓടി അടുക്കും. ഇവിടെ ഇങ്ങനെ ഫൈറ്റ് തുടർന്നുകൊണ്ട് പോകുന്ന അതേ സമയം നമ്മുടെ തൗസൻഡ് സണ്ണി കപ്പൽ കാണിക്കും. ആ ഡെയ്ഫുക്കുവിന്റെ ആൾക്കാർ സണ്ണിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്ന് അവിടെ ലോക്ക് ചെയ്യും. അവരുടെ തൊട്ടു പുറകില് ബിഗ് മോമും. അവർക്കാണെങ്കിൽ ഇപ്പൊ മുൻപോട്ടേക്കും പുറകോട്ടേക്കും അവനായിട്ട് കഴിയില്ല. എന്ത് ചെയ്യും, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും ചിന്തിച്ച് അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവരുടെ തൊട്ടു പിന്നാലെ സിനമോണും സിട്രോണും സ്മൂത്തിയും അങ്ങനെ ബിഗ് മോമിന്റെ മക്കളുടെ ഒരു പട ആ കടലിലേക്ക് വരികയാണ്. ഇവിടെ ഡെയ്ഫുക്കു ആണെങ്കിൽ അവന്റെ ആൾക്കാരോട് ക്യാഷ്വലായിട്ട് നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ റൗണ്ട് ചെയ്യാൻ പറയും. അതിനുശേഷം അവൻ പരസ്പരമായി കോണ്ടാക്ട് ചെയ്യും. യു ആർ അൺബിലീവബിൾ. ഈ നുണുങ്ങ് പിള്ളേരെ പിടിക്കാനാണോ നിങ്ങളെ എല്ലാവരെയും നീ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഇതിലും ഭേദം ഫൈറ്റിംഗ് ഫിഷുകളെ അവറ്റകളെ പിടിക്കുന്നതായിരുന്നു. പക്ഷെ പരസ്പരമാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. നീ കരുതുന്നത് പോലെയല്ല, അവർക്ക് ഭയങ്കര പവറാണ്. മാത്രമല്ല നമുക്കൊരിക്കലും അവരെ സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റില്ല. അവരെ ഫോളോ ചെയ്താണ് ബിഗ് മോം പോകുന്നത്. അവളെ ആ സ്വീറ്റ് സിറ്റിയിലേക്ക് എത്തിക്കാൻ ഇവർ അത്യാവശ്യമാണ്. ഇവരെ ഫോളോ ചെയ്ത് ബിഗ് മോം ആ സ്വീറ്റ് സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ബിഗ് മോമിന് ആവശ്യമായിട്ടുള്ള ആ വെഡ്ഡിങ് കേക്ക് അതവിടെ പുട്ടിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സോ അവിടെ വെച്ച് നമുക്ക് ഇവരെ കൊല്ലാം. മദർ പുട്ടിങ്ങിനെ നമുക്ക് നോർമലാക്കാം. പക്ഷെ ഡെയ്ഫുക്കു ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ പീരങ്കിയൊക്കെ എയിം ചെയ്ത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും. രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ചെറിയ ഓപ്പണിങ്സ് പോലും അവിടെ എവിടെയും ഇല്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ക്യാരറ്റിനെ കാണിക്കും. അവളാണെങ്കിൽ ലോങ് ഷോട്ടിലുള്ള ആ മൂണിനെ തന്നെ നോക്കുകയാണ്. അവൾ ഒരു സെക്കൻഡ് പെട്രോ പറഞ്ഞ കാര്യങ്ങൾ അത് ആലോചിക്കും. നമുക്ക് ഒരു സമയം വരും. ആ സമയം നമ്മുടെ പവറും കഴിവും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ നിയോഗം അത് നമ്മൾ നടപ്പാക്കണം. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ക്യാരറ്റ് ആണെങ്കിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. ഇതാണ് അവളുടെ സമയം എന്നുള്ളൊരു തോന്നൽ അത് അവളുടെ മനസ്സിലേക്ക് വരും. ഇപ്പൊ വലിയൊരു ഫൈറ്റ് അത് നടക്കാനായിട്ട് പോവാണ്. ആ സമയം ജിംബയാണെങ്കിൽ കമോൺ കമോൺ എത്രയും വേഗം നമുക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട ക്യാരറ്റ് ആണെങ്കിൽ ജിംബയ്ക്ക് ആ ഫുൾ മൂൺ കാണിച്ചു കൊടുക്കും. നിങ്ങളത് കാണുന്നില്ലേ, അതാണ് എന്റെ സമയം, എന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയം അത് എത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ചോപ്പർ ആണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാനായി അവളുടെ അടുത്തേക്ക് വരും. അതിനവള് പറയും, എനിക്കിപ്പോൾ ആരുടെ ഹെൽപ്പ് വേണ്ട, ഞാൻ മസ്കറ്റേഴ്സിൽ ഒരു മെമ്പറാണ്. എൻ്റെ റിയൽ പവർ കണ്ട് ആ വില്ലന്മാരെല്ലാവരും പേടിച്ചോടൂന്ന് പറഞ്ഞ് അവളിപ്പോൾ ആ വില്ലന്മാർക്ക് നേരെ ഒറ്റയ്ക്ക് പോകും. നമ്മുടെ ആൾക്കാരെല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയം അവൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരു ബീസ്റ്റ് രൂപമായിട്ട് മാറി ആ വില്ലന്മാർക്ക് നേരെ നോക്കി അലറുകയാണ്. നമ്മുടെ ആൾക്കാരും ആ വില്ലന്മാരും എല്ലാവരും അവളുടെ ട്രാൻസ്ഫർമേഷൻ കണ്ട് ഷോക്കാവുകയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവളെ കാണിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ഡോഗ് കിങ് ആള് വിൻ ട്രൈബിനെ കുറിച്ച് പറഞ്ഞ കാര്യം അത് നമ്മുടെ ആൾക്കാർ ഓർത്തെടുക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലന്മാരുടെ ടീമിലുള്ള ഒരുത്തൻ അവൻ ബൈനോക്കുലർ ഒക്കെ വെച്ച് ഇപ്പൊ ക്യാരറ്റിനെ നോക്കുകയാണ്. അവൻ ഡെയ്ഫുക്കുവിനോട് വിളിച്ചു പറയും, ഇന്ന് ഫുൾ മൂണാണ്. സ്ട്രോഹാർ ലൂഫിയാൻ ടീമില് ഒരു വിൻ ഗേൾ ഉണ്ട്. അവളുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടിയ വലിയ അപകടമാണ്. ഡെയ്ഫുക്കു ആണെങ്കിൽ അത് കേട്ട് ഇപ്പൊ നമ്മുടെ ക്യാരറ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. മിൻ ഗേളിനെ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. അവളാണെങ്കിൽ അവളുടെ ഫുൾ പവറിൽ ഞൊടിയിടയിൽ ഡെയ്ഫുക്കുവിന്റെ കപ്പലിലേക്ക് അങ്ങനെ പറന്നു വരും. അവൾ അങ്ങനെ കപ്പലിന്റെ അടുത്തേക്ക് വരെ ഡെയ്ഫുക്കുവും അവന്റെ ആൾക്കാരും അവര് കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കും. കപ്പലിന്റെ ക്ലോസ് എത്തേണ്ട താമസം ഡെയ്ഫുക്കു അവന്റെ അസിസ്റ്റൻസിനോട് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് പറയാണ്. അടുത്ത നിമിഷം അവർ അച്ചരം പൊച്ചരം അവളെ ഷൂട്ട് ചെയ്യും. പക്ഷെ ക്യാരറ്റിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. അവൾ അങ്ങനെ സിമ്പിളായിട്ട് നല്ല ഫോഴ്സിൽ കപ്പലിൽ വന്ന് ലാൻഡ് ചെയ്ത് അവളുടെ ഇലക്ട്രിക് പവർ ഇതങ്ങനെ ചുറ്റുമുണ്ടായിരുന്ന വില്ലന്മാർക്ക് നേരെ സ്പ്രെഡ് ചെയ്യാണ്. ആ ഒരു ഇലക്ട്രിക് പവറിൽ പെട്ട് അവറ്റകളിൽ പലർക്കും ബോധം നഷ്ടപ്പെടും. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടാവുകയാണ്. ചില വില്ലന്മാരാണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യാൻ ചില പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഒരുത്തനാണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് അവൾക്ക് നേരെ പാഞ്ഞു വരും. അത് കണ്ട ക്യാരറ്റ്
അവൾ അവനെ പിടിച്ചു വലിച്ച് കടിച്ചു പറിക്കും. ആ ഒരു കടിയിൽ ഒരുപാട് ഇലക്ട്രിക് പവർ അവന്റെ ബോഡിയിലേക്ക് ഇറങ്ങി അവൻ കത്തിക്കരിഞ്ഞു പോവാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അതുകൊണ്ട് പേടിച്ചു മാറും. പക്ഷെ ക്യാരറ്റിനാണെങ്കിൽ അപ്പോഴും അവളുടെ കലി അടങ്ങില്ല. അവൾ പെട്രോയെ മനസ്സിലാലോചിച്ച് അവരെ എല്ലാവരെയും പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അവളുടെ ഫൈറ്റ് നോക്കി നിൽക്കും. ചോപ്പറിനാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ക്യാരറ്റ് അവൾ വെറും ഒരു കുസൃതി പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത്. അവളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു പവർ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നതെന്ന് പറയും. അതേസമയം എഫുക്കു ആണെങ്കിൽ അവളെ വെല്ലുവിളിക്കുകയാണ്. നീ നിന്റെ ഇലക്ട്രിക് പവർ അതുപയോഗിച്ച് എല്ലാവരെയും നശിപ്പിക്കാന്ന് കരുതിയോ? ഞങ്ങൾ ബിഗ് മോമിന്റെ ആൾക്കാരാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ നീയെന്നല്ല നിന്റെ ക്യാപ്റ്റൻ വിചാരിച്ചാൽ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വരും. അതിന് ക്യാരറ്റ് ആണെങ്കിൽ സിമ്പിളായി അവരുടെ കപ്പലിലെ ആ ഒരു വീല് അതങ്ങനെ അഴിച്ചെടുക്കുകയാണ്. അത് കണ്ട് കലി ഇളകിയ ഡീഫുക്കു അവന്റെ ബെൽറ്റ് ഓപ്പൺ ചെയ്ത് ആ ജീനിയെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇവിടെ കപ്പല് അത് സ്റ്റിയറിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊക്കെയോ ഭാഗത്തേക്ക് അങ്ങനെ മാറി മറിഞ്ഞും പോവും. ഇവിടെ പുറത്തേക്ക് വന്ന ജീനി ആണെങ്കിൽ അവന്റെ മാസ്റ്ററിനോട് ചോദിക്കും, മാസ്റ്റർ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് ഡീഫുക്കു അവൻ ക്യാരറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവളെ വെട്ടിയെറിയാനായിട്ട് പറയും. അവനാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് അവൾക്ക് നേരെ ആഞ്ഞു വെട്ടുകയാണ്. അവള് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് തെന്നി മാറും. അവന്റെ വെട്ട് അത് കപ്പലിൽ കൊണ്ട് കപ്പലിപ്പോ തകരുകയാണ്. ഫുക്കൂനാണെങ്കിൽ ചത്താ മതിയെന്നാവും. നീ എന്തായി ചെയ്യണേ? അവള് പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യാൻ അവൻ വീണ്ടും വീണ്ടും ആ ജീനിയോട് പറയും. ക്യാരറ്റ് ആണെങ്കിൽ ആ ജീനിയെ കളിയാക്കും. അതിനുശേഷം അവൾ ഓരോരോ കപ്പലിലേക്ക് പോയി ആ ജീനിയെ തന്ത്രപരമായി ആ കപ്പലുകളെല്ലാം തന്നെ തകർപ്പിക്കുകയാണ്. മാത്രമല്ല ആ കപ്പലുകളുടെ സ്റ്റിയറിംഗ് എല്ലാം തന്നെ അവൾ വലിച്ചു പറിച്ച് അങ്ങനെ ദൂരേക്ക് എറിയും. ഇത് കണ്ട നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ആവേശം. ചോപ്പർ പറയും അവൾ എന്റെ സിസ്റ്ററാണ്, അതുകൊണ്ടാണ് ഇത്രയും പവർ. അതിന് ജിംബൈ ആളാണെങ്കിൽ വെതറൊക്കെ ചെക്ക് ചെയ്ത് പറയും ഇന്ന് അവളുടെ പവറിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന വെതറും ഫുൾ മൂണും ആണ്. അതുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആയി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയുന്നത്. അതായത് മിങ്സിന് ഫുൾ മൂണോ അല്ലെങ്കിൽ ഫുൾ ഡാർക്കോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ പവർ പുറത്തു വരും. അവരുടെ ഈ പവർ അത് അവർക്കും ഓപ്പണൻസിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓപ്പണൻസിനെ അവറ്റകളുടെ ഡീപ് പവർ ഇല്ലാതാക്കും. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു വിങ്സ് പവറിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വിങ്സ് പവർ അത് മുഴുവനായിട്ടും അവരെ അബ്സോർബ് ചെയ്യും. അവരുടെ ഓൾഡ് മെമ്മറീസും ബീസ്റ്റ് പവറും പുറത്തേക്ക് വന്ന് അവരല്ലാതായി തീരും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ബ്രൂക്ക് ആണെങ്കിൽ അവരോട് പറയും തീർച്ചയായിട്ടും അവളെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരിക്കൽ മരിച്ചു ജീവിച്ചവനാണ്, അതുകൊണ്ട് അതിന് കഴിയുമെന്ന് പറഞ്ഞ് അവൻ കടലിലൂടെ ഉഷാറായിട്ട് ഓടുകയാണ്. അതേസമയം നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് പിന്നിലുള്ള മോമാൻ ടീം അവരാണെങ്കിൽ ഓൾമോസ്റ്റ് കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ കപ്പലിന്റെ റേഞ്ചിലാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ അതുള്ളത്. എത്രയും വേഗം കപ്പൽ മുൻപോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അവരുടെ അറ്റാക്കിൽ പെട്ട് നമ്മുടെ ആൾക്കാരുടെ കപ്പലും അവരും തകരും. കട്ട് ചെയ്ത ആ കട്ടകുറി വില്ലൻ അവനാണെങ്കിൽ വീണ്ടും ഡോണറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ലൂഫിയെ അറ്റാക്ക് ചെയ്യാണ്. ലൂഫി റെയിലി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കണ്ണടച്ച് ഓപ്പണന്റ് ആയിട്ടുള്ള ആ കട്ടക്കുറിയുടെ ഫൈറ്റും അവന്റെ മെത്തേഡ്സും എല്ലാം തന്നെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം ആ കട്ടകുറിയാണെങ്കിൽ ലൂഫിയുടെ നെഞ്ചിൽ ആഞ്ഞടിക്കും. ചോര തുളുമ്പി ലൂഫി താഴേക്ക് വീഴും. അപ്പോഴും ലൂഫി കോൺഫിഡൻസ് വിട്ടുകൊടുക്കാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട് കട്ടകുറി പറയും നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാനോ പഞ്ച് ചെയ്യാനോ കഴിയില്ല. അതിന് ലൂഫി അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.